എല്ലാവർക്കും നമസ്കാരം. എഡ്യൂപോർട്ടിൻ്റെ +2 യൂണിറ്റ് എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ ഏകകത്തിലെ 3 ചാപ്റ്റേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഈ വീഡിയോയിൽ അടുത്ത ഏകകത്തിലെ 3 പാഠങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചാപ്റ്റർ ചിന്താരത ബാലകഃ എന്ന ചാപ്റ്ററാണ്. യേശു ക്രിസ്തുവിൻ്റെ ചാപ്റ്ററാണ്. PC ദേവസ്യ എന്ന സംസ്കൃത പണ്ഡിതൻ അദ്ദേഹം ക്രിസ്തു ഭാഗവതം എന്ന മഹാകാവ്യം എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ക്രിസ്തു ഭാഗവതം മഹാകാവ്യത്തിലെ കുറച്ച് ശ്ലോകങ്ങളാണ് ഇവിടെ പറയുന്നത്. ആദ്യത്തെ ശ്ലോകത്തിൽ എന്താണ്? പുരേ നാസരഥേ സാർദ്ധം കന്യാ പ്രിയാശ്ചരൻ അസിധാരാവ്രതം തക്ഷാ ശിശും ദിവ്യം അപൂപുഷത്. എങ്ങനെ യേശുദേവനെ എങ്ങനെ വളർത്തി എന്നാണ് ഇതിൽ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ആദ്യത്തെ ശ്ലോകത്തിൻ്റെ ആശയം ഇങ്ങനെയാണ്: നസ്രത്ത് എന്നു പേരുള്ള നഗരത്തിൽ കന്യായ പ്രിയയോടൊപ്പം അസിധാരാവ്രതം ആചരിച്ചുകൊണ്ട് ശില്പിയായ ജോസഫ് പരിശുദ്ധനായ പുത്രനെ യേശുവിനെ വളർത്തി എന്നാണ്. രണ്ടാമത്തെ ശ്ലോകം: ആത്മന ബലവാനേഷ ജ്ഞാനപൂർണശ്ച ബാലകഃ അവർദ്ധത സമം പിതൃരദ്ഭുതാനന്ദ ശാന്തിഭിഹി. അപ്പോൾ എന്താണ്? അദ്ഭുതാനന്ദ ശാന്തികളോടുകൂടി തന്നെ ആ മകൻ അച്ഛൻ്റെ കൂടെ വളർന്നു എന്നാണ് ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ ആശയമായിട്ട് പറയുന്നത്. അടുത്ത ശ്ലോകം: യഹൂദ ബാലകൈരന്യേഹി ക്വാപി ക്രീഡാരതസ്തഥാ ക്വാപി ചിന്താപര സർവേരലക്ഷിത സ ബാലകഃ. അപ്പോൾ ആ കുട്ടിയെ എങ്ങനെ കാണപ്പെട്ടു എന്നാണ്. ചില സമയത്ത് ആ കുട്ടി യഹൂദ വംശത്തിലെ കുട്ടികളുമായി കളിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ ഒരു ഭാഗത്ത് ചിന്തയോടുകൂടി ഇരിക്കും. അങ്ങനെ ചിന്താമഗ്നായിട്ട് ആ ഭഗവാൻ യേശുദേവൻ കാലം കഴിച്ചു കൂട്ടി എന്നാണ് പറയുന്നത്. മുനിനാതേന നീതോസൗ താപോരദ്രേരധീത്യകാം അശേദേ സ്ഥണ്ടിലേ പശ്യൻ രമ്യാഹ പ്രകൃതി സമ്പദഃ. അപ്പം എങ്ങനെയാണ്? ഇനി താബോരദ്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് അച്ഛൻ. ജ്ഞാനിയായ ജോസഫ് യേശുദേവനെ ചില അവസരങ്ങളിൽ താബോർ എന്ന പേരുള്ള പർവ്വതത്തിൻ്റെ മുകളിലേക്ക് നയിച്ചു. അവിടെ ആ ബാലകൻ മനോഹരങ്ങളായ പ്രകൃതി വിഭവങ്ങളെ നോക്കിയിട്ട് പുൽത്തകിടിയിൽ കിടന്നു എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകം എന്താണ്? മേഷപാലേർ നിയമാനം മേഷയൂഥം ച നിരീക്ഷ്യ സഹ കുമാരശ്ചിന്തയാമാസ ഭാവി ശിഷ്യഗണം നിജം. എന്താണ്? അപ്പോൾ ആട്ടിടയന്മാരാണല്ലോ. അപ്പോൾ ഈ ആട്ടിടയന്മാരെന്ത് ചെയ്യും? അവിടെ മേഷയൂഥങ്ങളെ അല്ലെങ്കിൽ ആട്ടിൻ പറ്റങ്ങളെ മേയ്ക്കാൻ കൊണ്ടുവരും. അപ്പോൾ ആ ആട്ടിൻ പറ്റങ്ങളെ കണ്ടിട്ട് ഭാവിയിൽ തനിക്കുണ്ടാവാൻ പോകുന്ന ശിഷ്യഗണങ്ങളെ പറ്റി എന്താണ് യേശുദേവർ ചിന്തിച്ചു എന്നാണ് പറയുന്നത്. ദൃഷ്ട്വാ ചിന്താരതം ക്ഷിപ്രഗ്രാഹിണം ബാലകം മുനിഹി പ്രിയാമാജഷ്ട തദ്വൃത്തം സാതു മൗനമധാരയത്. എന്താണ്? തൻ്റെ മകനെപ്പറ്റി എന്താണ് ഭാര്യയോട് പറയുകയാണ്. പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുന്ന യേശുവിനെ കണ്ടിട്ട് ജ്ഞാനിയായ ജോസഫ് ആ കാര്യം പത്നിയായ മറിയത്തെ അറിയിച്ചു. അവളാകട്ടെ മൗനമായി അതിനെ ഗ്രഹിച്ചു എന്നർത്ഥം. അടുത്ത ശ്ലോകം എന്താണ്? യഹൂദാ സമുദാചാര വർത്തമനാ തം കുമാരകം നേതും വൈദിക ലേഖാൻസ തക്ഷകസ്തമശിക്ഷയത്. അപ്പോൾ തൻ്റെ മകനെ എങ്ങനെയാണ് അദ്ദേഹം പഠിപ്പിച്ചത് എന്ന് പറയുകയാണ്. ശില്പിയായ ജോസഫ് യഹൂദ വംശജരുടെ ആചാരമാർഗത്തിലൂടെ യേശുവിനെ നയിക്കുവാൻ യഹൂദവേദ സംബന്ധിയായ ലേഖനങ്ങൾ എന്താണ് യേശുദേവനെ പഠിപ്പിച്ചു എന്നർത്ഥം. അവിടെ ആ പാഠം കഴിയുകയാണ്. ഇതാണ് അതിലെ ശ്ലോകങ്ങൾ. ഇനി അടുത്ത ചാപ്റ്റർ കോ ഹേതുഹു എന്ന പാഠമാണ്. ഗൗതമ ബുദ്ധൻ്റെ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാഠമാണ്. നമുക്ക് നോക്കാം. യശോധരയും സിദ്ധാർത്ഥനും തമ്മിലുള്ള സംഭാഷണമാണ്. ഇതിലെന്താ പറയുന്നത്? ഇദ്ദേഹം സിദ്ധാർത്ഥൻ ആയിരിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥൻ എന്ത് ചെയ്യാണ്? എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം യശോധര എന്താണ്, ഭർത്താവ് പോയ സമയത്ത് യശോധര വളരെ ടെൻസ്ഡായിട്ട് സങ്കടപ്പെട്ടിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് എന്താ സംഭവിച്ചത്? അദ്ദേഹം തിരിച്ചു വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ്, അദ്ദേഹം യേശുദേവർ പോയ സമയത്ത് അദ്ദേഹം കണ്ട കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഞാനെന്ന് ലോകത്തിലെ എല്ലാം കണ്ടു. ഞാൻ ജനനം കണ്ടു, വാർദ്ധക്യം കണ്ടു, മരണം കണ്ടു, രോഗം വേദനയും എല്ലാം ഞാൻ കണ്ടു. അപ്പം എന്താണ് യശോധര പറയണത്? അതൊക്കെ സാധാരണമല്ലേ? ഇതൊക്കെ ലോകത്ത് ഉണ്ടാകുന്ന സാധനങ്ങൾ തന്നെയല്ലേ? ജനനവും മരണവും എല്ലാം, രോഗവും മരണവും വാർദ്ധക്യം എല്ലാം സഹജമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയല്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ പറയുകയാണ് എന്താണ്? മറ്റുള്ളവരുടെ വേദന കാണുന്നില്ലെങ്കിലും അപ്രകാരം സ്വയം വേദനിക്കുമ്പോൾ അറിയാമല്ലോ. ജരബാധിച്ച മറ്റു വൃദ്ധരെ കാണുന്നില്ലെങ്കിലും അപ്രകാരം സ്വയം വൃദ്ധരാകുമ്പോൾ അറിയാമല്ലോ. ആരും മരണത്തിൽ നിന്നും മുക്തരല്ല. ഇതെല്ലാം എല്ലായിടത്തും എപ്പോഴും സംഭവിക്കുന്നു. ശരീരത്തിൻ്റെ വാർദ്ധക്യം അനുഭവിക്കണമല്ലോ, മരണത്തിൻ്റെ അവസ്ഥയും അനുഭവിക്കണം എന്ന് യശോധര പറയുകയാണ്. അപ്പോൾ എന്താണ് അപ്പോൾ ബുദ്ധൻ പറയുകയാണ്, സിദ്ധാർത്ഥൻ പറയുകയാണ്, ജീവിതത്തിൻ്റെ വേദനകൾ ഞാൻ കണ്ടു. ഉറച്ച മണ്ണ് ഇളക്കി മറിക്കുന്ന
ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ ഞാൻ കണ്ടു, വലിയ വലിയ പാറകൾ അടിച്ചു പൊട്ടിക്കുന്ന മനുഷ്യന്മാരെ ഞാൻ കണ്ടു, കഠിനമായ ചൂടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടു. എന്താണ്, അവരാരും സ്വർണ്ണ തലികയിൽ മധുരപാത്ര പലഹാരങ്ങളൊന്നുമല്ല വേണ്ടത്, അവർക്ക് ഉണങ്ങിയ ഇലയിൽ വിശപ്പ് ശമിക്കുന്നതിൽ എന്തെങ്കിലും ആവശ്യമാണ്, അതുപോലും ലഭിക്കാത്ത ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളതെന്ന് പറയാണ്. പിന്നെ രോഗത്താൽ ക്ലേശം അനുഭവിക്കുന്നവർ, മരണത്തിൽ കലങ്ങിയ കണ്ണോട് കൂടിയവർ, ഇതെല്ലാം ഞാൻ കണ്ടു. ഇനി കുറച്ചു നേരം ഞാൻ ഏകാന്തതയിൽ ഇരിക്കട്ടെ എന്ന് പറയുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ആ ചാപ്റ്റർ. അവർ തമ്മിലുള്ള സംഭാഷണം, ജീവിതത്തിൻ്റെ ഒരു അവസ്ഥ എങ്ങനെ എന്ന് വർണ്ണിക്കുകയാണ് ഈ ചാപ്റ്ററിൽ. ഓക്കെ, അപ്പോൾ അതാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം അടുത്ത ചാപ്റ്ററിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഇത് അടുത്ത ചാപ്റ്റർ എന്താണ്? ദീനദയാലുർഭവ എന്ന ചാപ്റ്ററാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശ്രമത്തിൽ നടക്കുന്ന ഒരു സംഭവം, അരുവിപ്പുറത്തെ ആശ്രമത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഇതിൽ പറയുന്നത്. എന്താ പറയുന്നത്? ഒരാൾ വിശപ്പ് കാരണം അവിടെ വന്ന് ഒരു കദളിപ്പഴത്തിൻ്റെ അല്ലെങ്കിൽ വാഴയുടെ കുല മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ അതറിഞ്ഞിട്ട് ന്യായാധീശനായിട്ടുള്ള ആൾ അദ്ദേഹത്തെ ശിക്ഷിക്കുന്നു. എന്താ പറയുക, ചാട്ടവാറിനടിക്കാൻ ഉള്ള ശിക്ഷ കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ്, തൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചു വന്ന നാരായണ ഗുരുദേവർ ഈ കാര്യം അറിയുകയും അദ്ദേഹം എന്താണ് പറയുകയാണ്, ഇങ്ങനെ ഇത്തരത്തിലുള്ള മഹാകവി കുമാരനാശാൻ എന്താ പറയുക, നാരായണ ഗുരുദേവർ ടെൻഷനായി സങ്കടപ്പെട്ടു, ഞാനിവിടെ നിന്ന് പോവാണ് എന്ന് പറയുമ്പോൾ മഹാകവി കുമാരനാശാൻ അവിടെ വരികയാണ്. എന്നിട്ട് എന്താണ്, ന്യായാധിപനെ അറിയിക്കുകയും അവർ വന്നിട്ട് ഗുരുവിനോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഭക്ഷണം ഇവിടെ എന്താണ്, അപരാധിയായ കള്ളനെ ശിക്ഷിക്കുക എന്ന് സമയവ്യവസ്ഥയ്ക്ക് അനുസരിച്ച് നാട്ടു നടപ്പാണല്ലോ, കട്ടാൽ അവനെ ശിക്ഷിക്കണമെന്നാണ് നാട്ടു നടപ്പല്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ നാരായണ ഗുരുദേവൻ പറയുന്നുണ്ട് അവർക്ക്, നിങ്ങൾ വേണമെങ്കിൽ എല്ലാ വാഴക്കുലകളും വേണമെങ്കിൽ കൊണ്ടുവയ്ക്കുമല്ലോ പകൽ വന്നിരുന്നെങ്കിൽ എന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവരിലും നമ്മൾ തുല്യതയെ കാണണം. അവൻ വിശപ്പ് സഹിക്കാതെയാണ് അവൻ മോഷ്ടിച്ചത്, അപ്പോൾ അല്ലാതെ അവൻ കള്ളനൊന്നുമല്ല എന്നുള്ള തരത്തിൽ പറയാണ്. എല്ലാവരും ഇങ്ങനെ ശിക്ഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് എന്താ പറയുക, നല്ലതല്ല. നമുക്കെല്ലാവർക്കും സഹജമായിട്ടുള്ള സ്നേഹമാണ് അല്ലെങ്കിൽ ഉപദേശമാണ് ഒരാളെ മാറ്റുക, അല്ലാതെ അടികൊണ്ടും ശിക്ഷ കൊണ്ടും ആരും തന്നെ ഇവിടെ മാറുകയില്ല എന്ന് പറയുകയാണ്. അവിടെ ആ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അങ്ങനെ ഈ ഏകകം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത ഏകകമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നമസ്തേ.